എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ പഴുതാര ചെടിയെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് ഈ പഴുതാര ചെടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴുതാര, എട്ടുകാലി, തേള് എന്നീ വിഷജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാല് നമ്മ ഇതിന്റെ ഇലയും തണ്ടും കൂടെ ചതച്ച നീരെടുത്തിട്ട് പുരട്ടി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വിഷം ഇറങ്ങി പോയിക്കോളും. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ ചെടി വെച്ചുപിടിപ്പിക്കണം നല്ലതാണല്ലോ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് പഴുതാര ചെടി. കണ്ടില്ലേ, പേര് പോലെ തന്നെ ഒരു പഴുതാരയുടെ ഷേപ്പിലാണ് ഈ ചെടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പഴുതാര ചെടി എന്നുള്ള പേരുള്ളത്. പിന്നെ ഇതിനെ പഴുതാര കൊല്ലി, പഴുതാര വല്ലി, നായ്പല്ലി, ചൊറിയമ്പുല്ലി, വിഷക്കൊല്ലി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു അലങ്കാര ചെടി തന്നെയാണ് ഈ പഴുതാര ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് എന്തിനാണ് ഉപയോഗിക്കണേന്ന് ആളുകൾക്ക് അറിയാൻ പാടുണ്ടാവൂല. പിന്നെ ഇതിന്റെ കൃഷി രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ തണ്ട് മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഇപ്പൊ ചട്ടിയിലൊക്കെയാണ്, നമ്മ ചട്ടികളിലൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ചെടി നടുള്ളൂ. കാരണം എല്ലാവരും ഇത് വീടിന്റെ മുറ്റത്ത് ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് തന്നെയാണ് നട്ട് വളർത്തണത്. അപ്പൊ നല്ല ഭംഗിയുള്ള ചട്ടികളിൽ അത് വെക്കുകയാണ്. കണ്ട ഇതേപോലെ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. ഇതിന്റെ തണ്ടിനൊക്കെ നല്ല ബലം ഉണ്ടാ, കണ്ട തണ്ടൊക്കെ നല്ല ബലമുള്ളതാണ്. നമുക്ക് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ് അതേപോലുള്ളതൊക്കെ നിറച്ചേക്ക് പോട്ടി മിക്സ്, നമ്മുടെ സാധാരണ പോട്ടി മിക്സ് തന്നെ നിറച്ച് നമുക്ക് നട്ടാൽ മതി. പിന്നെ വലിയ പരിചരണങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു കീടങ്ങളുടെ ശല്യമൊന്നും ഈ ചെടീനെ ആക്രമിക്കാറില്ല. നമുക്ക് ഇത്തിരി തണലുള്ള സ്ഥലമുണ്ട് ഈ ചെടി നടാനായിട്ട് നല്ലത്. നല്ല വെയില് കൊള്ളാണ്ടിരിക്കാൻ നല്ലത്. ഒരു വിധം തണലത്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയിൽ ഈ ചെടി വളർന്നു കിട്ടും. പിന്നെ നമുക്ക് പുതിയ ചെടി കണ്ട ഇതേപോലെ തണ്ട്, ഇപ്പൊ അടിഭാഗത്തെ തണ്ടിനൊക്കെ നല്ല ബലമാണ്. നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇത് ബലമില്ലാത്ത ചെടിയാന്ന്, പക്ഷെ നല്ല ബലമുള്ള തണ്ടുകളാണ്. പിന്നെ ഇതിന്റെ ചെറിയ ഇലകളില്ലേ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് കണ്ട. അപ്പൊ നമ്മ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഈ ഇലയും തണ്ടും കൂടിയാണ് നമ്മിപ്പോ വിഷജന്തുക്കളൊക്കെ കടിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോ പെട്ടെന്ന് തന്നെ ഒന്നാമത് ഇപ്പൊ നമ്മുടെ പറമ്പുകളിലൊക്കെ നിറച്ച് ഈ ഉറുമ്പ്, കട്ടുറുമ്പ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ചിലന്തികളൊക്കെ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇത് ഇലയും തണ്ടും കൂടി ഒന്ന് ചതച്ച് നീരെടുത്ത് തേച്ചു കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ എപ്പോഴും നല്ലതാണ്. അതുകൂടാതെ പഴുതാര ചെടിയുടെ ഇലയും തണ്ടും ചതച്ചെടുത്ത നീര് വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടി കഴിഞ്ഞാല് എല്ലാ തരം ചൊറിച്ചിലുകളും മാറിക്കിട്ടും. പിന്നെ ചൊറിയുമ്പോഴൊക്കെ നമ്മുടെ മേത്ത് എഴഞ്ഞു കഴിഞ്ഞാലും നമുക്കത് പുരട്ടി കൊടുക്കാം. പിന്നെ ഏത് വിഷജന്തുക്കൾ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് ഈ പഴുതാര ചെടി. നമ്മ എന്തായാലും ഈ ചെടിയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ചട്ടിയിലെങ്കിലും നമ്മ നട്ട് വളർത്തിയിരിക്കണം. മറ്റുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഈ ചെടി നട്ട് വളർത്തണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.